ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞാൻ മണാലി വന്ന് നിൽക്കുന്നു. കൂടെ തന്നെ എനിക്ക് ഒരു 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 ബാഡ് ന്യൂസ് കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇതേ സിറ്റുവേഷനിലൂടെ പലരും കടന്നു പോകുമായിരിക്കും. അപ്പോൾ ആ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ എനിക്ക് വീഡിയോ കൊണ്ട് തരാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ഈ ആപ്പിളിൻ്റെ ഈ ഒരു തോട്ടത്തിൽ തന്നെ വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ആപ്പിൾ സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പം എല്ലാം ഇലയൊക്കെ വെട്ടിക്കളഞ്ഞ ഒരു വിൻ്ററിന് വേണ്ടി റെഡിയാക്കി നിർത്തിയൊക്കെയാണ്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കേരളത്തിൽ നിന്ന് ട്രെയിൻ വഴിയാണ് വന്നത്. ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് നിസാമുദ്ദീനിൽ നിന്ന് മെട്രോ കയറിയാണ് നമ്മൾ കാശ്മീരി ഗേറ്റ്, അവിടെ നിന്നാണ് നമുക്ക് വോൾവോ ബസ് ഉണ്ടാവുക ഇങ്ങോട്ട് മണാലിയിലേക്കുള്ള ട്രാവലിന്. അപ്പോൾ അങ്ങനെ ട്രാവലിന് വേണ്ടി നമ്മൾ മെട്രോ കയറി വരുന്ന വഴിക്ക് ഡൽഹി ഹാത്ത് എന്നാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ വെച്ചിട്ട് മെട്രോ കയറുന്ന വഴി എൻ്റെ ഫോണ് ജസ്റ്റ് പോക്കറ്റ് ഇട്ടതേ ഉള്ളൂ. ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് മെട്രോ കയറിയിട്ട് കൈയിട്ട് നോക്കുമ്പോൾ പോക്കറ്റിൽ ഫോൺ കാണാനില്ല. ആരണ്ട് അടിച്ചുകൊണ്ട് പോയി. എൻ്റെ ഫോൺ പോയി. ഫോണിനകത്തുള്ള ഒരു 1-2 വർഷത്തെ ഫുള്ള് ഡാറ്റാസ് പോയി. അതിനകത്ത് ലിങ്ക് ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസും സകല കാര്യങ്ങളും ഫുള്ള് പോയി. അപ്പോൾ എൻ്റെ കൂടെ 2 പേരുള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സിറ്റുവേഷൻ വലിയ കുഴപ്പമില്ല, ഞാൻ ഹാൻഡിൽ ചെയ്തു. അവിടെയുള്ള പോലീസിൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ അവിടെ തന്നെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് അവർ പറഞ്ഞത് എന്തായാലും ഈ ഫയലായിട്ട് നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്യൂ, ബാക്കി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. അത് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്, കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതുപോലെ ഒരുപാട് ഫോണുകൾ ഡെയിലി ബേസിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി കുറേ പേരും ഈ ഒരു കംപ്ലയിൻ്റായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ നമ്മുടെ ഡൽഹി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ളൊരു ഏരിയ ആണ്. പോരാത്തിന് മെട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. നമുക്ക് അറിയത്തു പോലുമില്ല. അതിലൊക്കെ നൈസായിട്ട് നല്ല വെൽ ഡ്രസ്ഡായിട്ട് നല്ല എക്യുപ്ഡായിട്ട് വന്നിരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും പോക്കറ്റിൽ നിന്ന് ഫോണൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഫോൺ പരമാവധി കയ്യിൽ തന്നെ അല്ലെങ്കിൽ ബാഗിലിട്ടിട്ട് ബാഗ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് നടക്കുക എന്നാണ് അവർ പറയുന്നത്. നമുക്ക് അതേ ചെയ്യാനുള്ളൂ. എന്തായാലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ അത് നമുക്ക് പോകേണ്ടത് പോയി. അതിനി ആലോചിച്ചിട്ട് കാര്യമില്ല. നമ്മളതിന് ബാക്കി എന്താ സാഹചര്യത്തിനെ ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ട്രിപ്പിൻ്റെ മൂടെല്ലാം ആ ഒരു നിമിഷത്തേക്ക് പോയെങ്കിലും പിന്നെ ഞാനത് ഇന്നിപ്പോൾ രാവിലെ നമ്മൾ മണാലി എത്തി. ഇവിടുത്തെ ഒരു വൈബിലൊക്കെ വന്നപ്പോഴത്തേക്കും ക്ലിയറായി. അപ്പം ഇത് പോയപ്പം നമുക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇതിനകത്താണ് നമ്മുടെ ഗൂഗിൾ ലിങ്ക് ചെയ്തേക്കുന്നത്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, UPI സകല കാര്യങ്ങൾ ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനൊക്കെ പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാം നമ്മുടെ ഫോൺ നമ്പറും അതിനകത്ത് തന്നെ ആയതുകൊണ്ട് റിക്കവർ ചെയ്തെടുക്കാൻ എളുപ്പമാണ് അവർക്ക്. അപ്പം നമ്മളതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് കയറി ബ്ലോക്ക് ചെയ്യുക. ഫോൺ റീസെറ്റിനുള്ള കാര്യങ്ങൾ നമ്മൾ വേറൊരു ഡിവൈസിൽ നമ്മളെ ഇമെയിലിൽ ലിങ്ക് ചെയ്തിട്ട് ചെയ്യാം. ഇത് പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഓൺലൈനായിട്ടാണെങ്കിലും ഇവിടെ ഡൽഹി മെട്രോ ആണ്, ഡൽഹിയുടെ ഇതിൽ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ഗൂഗിളിൻ്റെ അക്കൗണ്ടിലുള്ള ആക്സസ് മുഴുവനും കളയാനുള്ള കാര്യങ്ങൾ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ നോക്കുക, അതുപോലെ ചെയ്യാം. പിന്നെ നമ്മുടെ നമ്പർ ഉണ്ടല്ലോ, ഫോൺ നമ്പർ ഏതെങ്കിലും ഈ സെയിം റീറ്റെയിലറിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ആരുടെയും വിളിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള റീറ്റെയിലർ എടുത്ത് പോയിട്ട് ഈ നമ്പർ ബ്ലോക്ക് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ മതി. മെയിൽ ID യും പാസ്വേഡും നമ്മൾ എന്തായാലും ഓർത്തിരിക്കണം. മെയിൽ ID യും അതിൻ്റെ പാസ്വേഡും അതാണ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനെ മൊത്തം ലിങ്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിവൈസിൽ നിന്ന് വേണമെങ്കിലും നമ്മുടെ ഫോൺ എവിടെ വെച്ചാൽ ലോസ് ആയിരിക്കുന്നത്, എവിടെയാണ് ലാസ്റ്റ് ലൊക്കേഷൻ, ഈ ഫൈൻ ഹബ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതുവഴി നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാം. ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരു വീഡിയോ എല്ലാവരും മസ്റ്റായിട്ട് സ്വന്തം മെയിൽ ID യും അതിന്റെ പാസ്വേഡും, അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിന്റെ ID യും അതിന്റെ പാസ്വേഡും അറിഞ്ഞിരിക്കണം. അപ്പൊ അതില് വേറെ ഏതെങ്കിലും ഡിവൈസിൽ കയറി ലോഗിൻ ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ കാര്യം എടുക്കുക. ആ ഒരു ഇതെടുത്തിട്ട് അതിനകത്ത് നമ്മൾ കണക്ട് ആയിട്ടുള്ള ഡിവൈസിന്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഇതിന് മുന്നേ ലോഗിൻ ആയിട്ടുള്ള എല്ലാ ഡിവൈസിന്റെ ഡീറ്റെയിൽസും കാണിക്കും. അപ്പൊ അതിനകത്ത് നമ്മുടെ ലോസ്റ്റ് ആയി പോയിട്ടുള്ള ഫോൺ ഏതാണോ അതിന്റെ ഡീറ്റെയിലും കാണിക്കും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു പാസ് കീ ചോദിക്കും. പാസ് കീ ഏതെങ്കിലും നമ്മുടെ പാസ്വേഡോ അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇപ്പൊ ലോഗിൻ ചെയ്തേക്കുന്ന ഇതിനകത്ത് ഇതിന്റെ പാസ്വേഡോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ആ പാസ് കീയും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പേജിലേക്ക് എത്തി. ഈ ഫൈൻ ഹബ് എന്ന് പറയുന്ന നമ്മുടെ ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന, ഓൾറെഡി ലോഗിൻ ആയിട്ടുള്ള ആ ഫോണിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്ന ഒരു പോർഷനിലേക്ക് പോകും. അതിനകത്ത് ഫൈൻഡ് ഡിവൈസ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസ് ഇപ്പം നിലവിൽ എവിടെയാണോ നിൽക്കുന്നത് ആ ലൊക്കേഷൻ കാണിക്കും. അതിനകത്ത് നമുക്കിപ്പോൾ പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് റിങ് ചെയ്യാൻ തുടങ്ങും ആ ഡിവൈസ് എവിടെയാണെങ്കിലും. അതുപോലെ തന്നെ അതിന്റെ സെക്യൂർ ഡിവൈസ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിവൈസ് ലോക്ക് ആവും. അതുപോലെ ഫാക്ടറി റീസെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈസ് ഫുള്ള് റീസെറ്റ് ആവും. അപ്പം എല്ലാവരും
നമ്മൾ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ടിന്റെ ഈ ഒരു ഡീറ്റെയിൽസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങളും ഈ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ മണാലി വന്നതിന് ശേഷമുള്ള ബാക്കി ഉള്ള കാര്യങ്ങളും ഇവിടുത്തെ എന്തൊക്കെയാണ് മണാലി എന്നും എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസിൽ തന്നെ അറിയിക്കാം. അപ്പോൾ ശരി, ബൈ.